A+2 സ്വാഗതം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പല എപ്പിസോഡുകളും ഈ ചാനലിൽ ചെയ്തിരുന്നു. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധികളും അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അപേക്ഷ നൽകേണ്ട രീതിയും ഒക്കെ തന്നെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ഇതിലെ പ്ലേ ലിസ്റ്റിലെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട 42 എപ്പിസോഡുകൾ കാണാൻ കഴിയും. അറിയാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും അത് കാണുക. ഇന്നത്തെ എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിധിയുടെ ഭാഗം എന്ന് പറയുന്നത്, തരം മാറ്റം ചെയ്യപ്പെട്ട ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് ഫീസ് ചുമത്തുന്ന സർക്കാരിൻ്റെ വ്യവസ്ഥ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആ വ്യവസ്ഥ റദ്ദാക്കുകയാണ് കോടതി ചെയ്തത്. ഇനി ആരിൽ നിന്നെങ്കിലും ഇതിൽ പ്രകാരം ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മാസത്തിനകം ആ ഫീസ് മടക്കി കൊടുക്കാനും പറഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. സർക്കാരിൻ്റെ ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഏതെങ്കിലും കെട്ടിടം തരം മാറ്റപ്പെട്ട ഭൂമിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഓരോ സ്ക്വയർ ഫീറ്റിനും, അതായത് ചതുരശ്ര അടിക്കും 100 രൂപ വീതം ഫീസ് അടയ്ക്കണം എന്നുള്ള വ്യവസ്ഥയാണ് സർക്കാർ കൂട്ടിച്ചേർത്തത്. എവിടെ കൂട്ടിച്ചേർത്തു എന്നറിയാമോ? ഈ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ കൂട്ടിച്ചേർത്തു. ഈ കൂട്ടിച്ചേർത്തത് 2018 അത് എങ്ങനെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ, ആ റൂൾസിൻ്റെ അവസാനമായിട്ട് അത് അനുബന്ധമായി അല്ലെങ്കിൽ ഒരു കുറിപ്പായി ചേർത്തു എന്നുള്ളതാണ് ആക്ഷേപം. ആ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തരത്തിൽ തുക പിരിക്കാൻ സർക്കാർ ഇറങ്ങിയതും അതനുസരിച്ച് തുക പിരിക്കാൻ തുടങ്ങിയതും. ഇങ്ങനെ പിരിക്കാൻ സർക്കാരിന് അധികാരമില്ല, നിയമത്തിൽ അങ്ങനെ ഒരു വേർഷൻ ഇല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി കേസ് വിശദമായി കേട്ടു. അതിൻ്റെ നിയമവശങ്ങൾ ശരിയായ രീതിയിൽ പരിശോധിച്ചു. ഇതിൻ്റെ ജഡ്ജി CP മുഹമ്മദ് നിയാസാണ് ഇതിൻ്റെ വിധി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, 2008 ചട്ടത്തിൽ കുറിപ്പായി ഇങ്ങനെ അനുബന്ധമായി ചേർത്തത് ഈ ഭേദഗതിക്ക് വരുത്താൻ ഏതൊരു തരത്തിലുള്ള നിയമപരമായ ഒരു റൈറ്റും സർക്കാരിന് ശ്രദ്ധിച്ചിട്ടില്ല. സർക്കാരിന് അനുവദിക്കാത്ത ഒരു കാര്യമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ ചട്ടത്തിൽ ഒരിടത്തു പോലും, അതായത് മാതൃചട്ടത്തിൽ ഒരു സ്ഥലത്തു പോലും നിർമ്മാണത്തിൻ്റെ വലിപ്പമോ നിർമ്മാണത്തിൻ്റെ നടത്തുന്നതിൻ്റെ ഫീസിനെ സംബന്ധിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഭൂമി ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഫീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് 3000 സ്ക്വയർ ഫീറ്റ് കഴിയുമ്പോൾ അതിന് ഫീസ് നിശ്ചയിക്കണമെന്നോ അതിന് താഴെ ഉള്ളവർക്ക് ഫീസ് ഇളവ് കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു കെട്ടിട നിർമ്മാണം സംബന്ധിച്ചിട്ടുള്ള ഫീസ് നിഷ്കർഷിച്ചിട്ടില്ല. ക്രമപ്പെടുത്തിയ, അതായത് തരം മാറ്റം ലഭിച്ച ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഇത്ര വരെ ഫീസില്ല, അത് കഴിഞ്ഞ് ഫീസ് ആകാം എന്ന് അനുബന്ധമായി ഒരു നോട്ട് മുഖേന റൂൾസിനകത്ത് വരുത്തിയത് അനുവദനീയമല്ല. അതുകൊണ്ട് അത് റദ്ദാക്കുന്നു എന്ന് തന്നെ കോടതി തീർത്തും പറഞ്ഞിരിക്കുന്നു. സർക്കാർ പറഞ്ഞത്, ഈ ഇങ്ങനെ ഭൂമി തരം മാറ്റി വൻതോതിലുള്ള വലിയ തരത്തിലുള്ള വലിയ വലിപ്പമുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഈ നിയമത്തിൻ്റെ ട്രൂ സ്പിരിറ്റിനെ ലംഘിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ ഭൂമി നികത്തി സൃഷ്ടിച്ചു തുടങ്ങിയാൽ അത് വിഘാതമുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഫീസ് നിശ്ചയിച്ചതെന്നാണ് സർക്കാരിൻ്റെ വാദം. സർക്കാർ പറഞ്ഞ മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഈ കിട്ടുന്ന ഫീസ് എന്ന് പറഞ്ഞത് നെൽകൃഷി കാർക്ക് വേണ്ടിയുള്ള ഒരു ആശ്വാസ നിധിയുണ്ട്, അതിലേക്ക് വേണ്ടി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ കോടതിയിൽ വാദിച്ചു നോക്കി. പക്ഷേ കോടതി അതൊന്നും തന്നെ വിലക്കെടുത്തില്ല. മറിച്ച് കോടതി ഇത്രയും കൃത്യമായ ഒരു റൂളിംഗ് തന്നെ നടത്തിയിരിക്കുകയാണ്. അതായത് ഇനി നികത്തു ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് 3000 സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞാലും ആർക്കും ഫീസ് ഇനി ഉണ്ടാവില്ല. മറിച്ച് അങ്ങനെയുള്ള പെറ്റീഷൻസ്, അപേക്ഷകൾ, പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അത് മുഴുവൻ തീർപ്പാക്കണം എന്നും കോടതി പറയുകയുണ്ടായി. അതുപോലെ തന്നെ പറഞ്ഞത്, 4 മാസത്തിനുള്ളിൽ ഇതിന് വേണ്ടി ആരിൽ നിന്നെങ്കിലും ഫീസ്
അടച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഭൂമി തരം മാറ്റിയതിന് ശേഷം കെട്ടിടം വെക്കുന്നതിന് വേണ്ടി 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഓരോ സ്ക്വയർ ഫീറ്റിനും 100 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യുന്നതിന്, തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ലോക്കൽ ബോഡി സെക്രട്ടറിക്ക് ഉടനെ നിങ്ങൾ നൽകേണ്ടതാണ്. അങ്ങനെ നൽകുമ്പോൾ നിങ്ങൾക്ക് ആ തുക തിരിച്ച് റീഫണ്ട് ചെയ്യും. ഇനി അതും അഡ്ജസ്റ്റ് ചെയ്യാൻ ലോക്കൽ ബോഡികൾ നിൽക്കുമോ എന്നറിയില്ല. അത് നിങ്ങൾ പിന്നീട് അയക്കേണ്ടി വന്ന പ്രോപ്പർട്ടി ടാക്സിലും മറ്റുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ലോക്കൽ ബോഡികൾ തീരുമാനിക്കുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ ആ ഭാഗമൊന്നും കോടതി എടുത്തിട്ടില്ല. അതിനെയും ചലഞ്ച് ചെയ്താൽ സെക്രട്ടറിമാർ സമാധാനം പറയേണ്ടി വരും. റീഫണ്ട് ചെയ്യുന്നതാണ് ഉചിതം എന്നും കൂടി പറയുന്നു. ഇനി സർക്കാരിൻ്റെ തന്നെ അപ്പീൽ വരുമോ എന്നറിയില്ല. ഇത്തരത്തിൽ നേരത്തെ തന്നെ എടുക്കപ്പെട്ട ഒരു തീരുമാനമുണ്ട്. 25 സെൻറ്റ് കഴിഞ്ഞിട്ടുള്ളവർ ഫീസ് അടയ്ക്കണം എന്നുള്ള ഒരു ഫീസിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം വന്നിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഈ സർക്കാർ തന്നെ മുന്നോട്ട് പോയി അതിനെതിരെ അപ്പീൽ കൊടുക്കുകയാണ് ചെയ്തത്. ഈ വിഷയത്തിലും ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ഡിസിഷനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ അപ്പീൽ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും അത് വരുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരം അറിയിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കൂടുതൽ തുക അടച്ച ആളുകൾ ഉണ്ടെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞ കെട്ടിടങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടി വന്നിട്ടുള്ളവർ അത് റീഫണ്ട് ചെയ്യുന്നതിന് അപേക്ഷ കൊടുക്കുക. പുതിയതായി അപേക്ഷ കൊടുക്കുന്നവർക്ക് തീർച്ചയായും ഫീസ് നിഷ്കർഷിക്കാതിരിക്കാൻ ലോക്കൽ ബോഡികൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പൊതുവായി നിങ്ങളെ അറിയിക്കാനുള്ള വിവരം. ഇതുപോലെ കോടതി വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. നന്ദി.